വയനാട്ടിൽ ആന ഇറങ്ങി വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരാൾക്ക് ജീവൻ നഷ്ടമായ സംഭവം. വനം വകുപ്പ് ഇതിൽ സമഗ്രമായ നടപടികളിലേക്ക് മുതിരുന്നു. വനം വകുപ്പ് ഉന്നതതല യോഗം ചേരാൻ ഒരുങ്ങുന്നു എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്രമണം നടത്തിയത് കർണാടകത്തിൽ നിന്നും എത്തിയ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എം കമൽ തുടരുന്നുണ്ട്. കമൽ, നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ കമലിലേക്ക് വീണ്ടും തിരികെ എത്താം. എന്താണെങ്കിലും ആനയെ കാടത്ത് കയറ്റാനുള്ള നടപടികൾ, ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ ഊർജിതമാക്കിയിരിക്കുന്നു. മരിച്ച അജിയുടെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിലാണ്. അവിടെ ആശുപത്രിയിൽ വലിയ സംഘർഷമുണ്ടായിരിക്കുന്നു. CK വിജയൻ ചേരുന്നു നമുക്കൊപ്പം. CK, അതീവ ദാരുണമായ ഒരു സംഭവം, അതിനപ്പുറം ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതിദാരുണമായ സംഭവം, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഒക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കാട്ടാനാക്രമണത്തിൽ ഒരാളുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വനമന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ച് വനം വകുപ്പ് സമഗ്രമായ നടപടികളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ വലിയ പ്രവർത്തനങ്ങളൊക്കെ വനം വകുപ്പ് നടത്തുന്നുണ്ട് എന്ന് വനമന്ത്രി തന്നെ പറയുന്നു. പക്ഷേ വനം വകുപ്പ് എന്തൊക്കെ നടപടികൾ ചെയ്തു എന്ന് പറഞ്ഞാലും വയനാട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ് ഒന്നുകിൽ ഒരു കടുവ, അല്ലെങ്കിൽ ഒരു പുലി, അല്ലെങ്കിൽ ഒരു കരടി, അല്ലെങ്കിൽ കാട്ടാന. ഇങ്ങനെ അവരുടെ ജീവിതം തള്ളി നീക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ ജില്ലക്കാരെത്തി മാറിയിരിക്കുകയാണ്. CK, തീർച്ചയായും ഇത് ഈ കാട്ടാന ആക്രമണത്തിന്റെ മറ്റൊരു ഘട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ കാട്ടാനകളായിരുന്നു വന്നിരുന്നെങ്കിൽ ഇത് വനം വകുപ്പ്, കർണാടകത്തിന്റെ ഉൾപ്പെടെയുള്ള വനം വകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് പുറത്തുവിട്ട ആനയാണ്. അതായത് ഈ ആനയെ ഇത്തരത്തിൽ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത് പോലും അത് മനുഷ്യവാസ മേഖലയിലേക്ക് എത്തുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ്. അത്തരത്തിൽ ആനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ്, മനുഷ്യജീവനെയും സ്വത്തുക്കളെയും ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇതിപ്പോൾ അരിക്കൊമ്പന് തണ്ണീർക്കൊമ്പന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ഇന്ന് വന്ന ആനയും ഇതുപോലെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അത് സ്വാഭാവികമായും റേഡിയോ കോളറിനെ ഫോളോ ചെയ്യുകയും അതിന്റെ സിഗ്നലിനനുസരിച്ച് അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാവുകയും ചെയ്യേണ്ടടുത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നത് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. ഒരു മനുഷ്യൻ രാവിലെ ജോലിക്ക് വേണ്ടി പോകുന്നു, അയാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു വീടിന്റെ മതിൽ ചാടിക്കടക്കുന്നു. ആ മതിൽ ചാടിക്കടന്ന് മതിൽ പൊളിച്ച് ആന വീണ്ടും ആ വീട്ടുമുറ്റത്തെത്തുന്നു. എത്രമാത്രം അക്രമോത്സക്തമായിട്ടാണ് ആ ആന ഉണ്ടായിരുന്നത് എന്ന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. കാരണം അയാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. ആ വീട്ടുമുറ്റത്ത് അദ്ദേഹം വീഴുന്നത് പോലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു കാട്ടാന വീട്ടിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമോ അതിനേക്കാളും കുറെ കൂടി ഗുരുതരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കാട്ടാന സ്വാഭാവികമായ രീതിയിൽ വനത്തിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയോ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയോ ഉള്ള ഒരു നൈപുണ്യം ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്കുണ്ട്. അവർ അതിനെ ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ പന്തങ്ങൾ എറിഞ്ഞും എല്ലാം തന്നെ അതിനെ തുരത്തുന്ന കാഴ്ച കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അതിനെ നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ സംവിധാനം എന്ന നിലയിലാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ആന ഇതാ ഇപ്പോൾ രണ്ടാമതൊരു ആന കൂടി ജനവാസ കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നു. തണ്ണീർക്കൊമ്പൻ ഒരു പരിധി വരെ മനുഷ്യനെയോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളെയോ കാര്യമായി ആക്രമിച്ചില്ല എങ്കിൽ ഇപ്പോൾ വന്ന ഈ ആന ശരിക്കും നാശനഷ്ടമുണ്ടാക്കുന്നു. വീട്ടിന്റെ അകത്തേക്കടക്കം, വീട്ടിന്റെ മുറ്റത്തേക്കടക്കം എത്തി ആളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. CK, നമുക്കറിയാം ഈ കോടതിയുടെ ഉത്തരവനുസരിച്ച് കോടതി റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് എന്തെങ്കിലും അസുഖം ഉള്ളൊരു ആനയായിരിക്കാം, അതല്ലെങ്കിൽ ഈ മനുഷ്യ ജീവന് തന്നെ അപകടകരമായ ആന, അക്രമകാരിയായ ആന, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലേക്ക് തുറന്നു വിടുന്നത്. അപ്പോൾ അവയെ ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ സിഗ്നലുകൾ ഫോളോ ചെയ്യേണ്ടത് അതാത് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാവും ഈ കേരളത്തിലെ വനം വകുപ്പ് ചോദിച്ചിട്ടും കർണാടക വനം വകുപ്പ് ഇനിയും ഈ ആനയുടെ റേഡിയോ കോളർ വിവരങ്ങൾ കൈമാറാൻ മടിക്കുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ട് കൊടുക്കുന്നില്ല എന്നതുകൊണ്ട് ആ ആന വന്ന് മനുഷ്യനെ ആക്രമിച്ച് അപകടം വരുത്തിക്കോട്ടെ എന്ന് ചിന്തിക്കാനാവില്ല. അതിന് അത്തരത്തിൽ അത് തരുന്നില്ല എങ്കിൽ, അത് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ അതുകൂടി ഒരു നടപടിക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതിനും നിയമപരമായോ മറ്റു നടപടികൾ ഉണ്ടാകേണ്ടതുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് തണ്ണീർക്കൊമ്പൻ ഇത്തരത്തിൽ ആൾക്കാരെ ആക്രമിക്കാതിരുന്നത്. പക്ഷേ നമുക്കറിയാം അത് കലക്ടറേറ്റിലും അതോടൊപ്പം തന്നെ ട്രഷറിയിലും കോടതിക്ക്
കെട്ടിടങ്ങൾക്കിടയിലൂടെയൊക്കെയാണ് അതിന്റെ സഞ്ചാരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്നൊരു ഭാഗ്യം കൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. അന്നും യഥാർത്ഥത്തിൽ ഈ കർണാടക അതിർത്തി കടന്ന് തണ്ണീർക്കൊമ്പൻ കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എത്തുന്ന സമയത്ത് സിഗ്നലുകൾ കിട്ടാതായിട്ടുണ്ട് എന്ന് മന്ത്രി തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിൽ അങ്ങനെ കിട്ടാതായിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അത് നിരന്തരമായി തരേണ്ടതും അത് ചോദിച്ചു വാങ്ങേണ്ടതും അതിനനുസരിച്ച് പ്രതിരോധ നടപടികൾ ഉണ്ടാക്കേണ്ടതുമാണ്. കാരണം അതല്ലാതെ അവർ റേഡിയോ കോളറിന്റെ വിശദാംശങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കേണ്ടതല്ലല്ലോ. കാരണം അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന് തെളിവാണല്ലോ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് CK. കാരണം തന്നില്ല എന്ന് നമ്മൾ ഈ കുഞ്ഞു പിള്ളേർ പറയുന്നത് പോലെ അവർ തന്നില്ല, അത് ചോദിച്ചു തന്നില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ തന്നില്ലെങ്കിൽ അതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് മുതിരണമായിരുന്നു സംസ്ഥാന വനംവകുപ്പും. CK, എന്താണെങ്കിലും ഇപ്പോൾ ആ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. റേഡിയോ കോളർ ഘടിപ്പിച്ച അപകടകാരിയായ കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്നതിനാൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ കുറുക്കൻമൂല, കറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അടിയന്തര പ്രാധാന്യമുള്ളതിനാൽ വാക്കാലുള്ള നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് CK ഈ മണിക്കൂറിൽ. സ്വാഭാവികമായും ഇത്തരത്തിൽ ആൾക്കാർ പ്രശ്നമുണ്ടാക്കാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റൊക്കെ സ്വീകരിക്കുന്ന സ്വാഭാവികമായ ഒരു നടപടി എന്നതിൽ കവിഞ്ഞ് അതൊക്കെ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ പ്രഖ്യാപിക്കുകയും പിൻവലിക്കുകയും ചെയ്യാം. പക്ഷേ അത് പ്രഖ്യാപിക്കാൻ വേണ്ട സാഹചര്യം ഇല്ലാതിരിക്കുകയാണല്ലോ പ്രധാനമായും വേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായി എത്രയൊക്കെ ആനകളെ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് ഒറ്റ കാര്യമേ ഉള്ളൂ, അതിന്റെ സഞ്ചാരം നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ അത് ജനവാസ മേഖലയിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആൾക്കാർ ഉൾപ്പെടെ മാറാനും അതിന് രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്താനും അതിന് ഏതെങ്കിലും രീതിയിൽ തിരിച്ച് കാട്ടിലേക്ക് അയക്കാനും വേണ്ടിയാണ്. ആ ഒറ്റ ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ആനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കുക വഴി ഉണ്ടായിട്ടുള്ളത്. അതല്ലെങ്കിൽ മനുഷ്യവാസം ഇല്ലാത്ത മേഖലകളിലേക്ക് അതിനെ കൊണ്ടുവിടുകയും, ഇപ്പോൾ അരിക്കൊമ്പന്റെ കാര്യം നോക്കൂ, ഈ അരിക്കൊമ്പൻ ഇപ്പോൾ രണ്ടാമത് പിടികൂടി വിട്ടതിന് ശേഷം അത് ജനവാസ മേഖലയിൽ എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി അത്തരം നിയന്ത്രണങ്ങൾ സാധ്യമാണ് എന്നതുകൂടിയുള്ള തെളിവ് കൂടിയുണ്ട്. അപ്പോൾ ഈ ആനയെ വനമേഖലയിൽ ഞാൻ ഉടനെ മടങ്ങിയെത്താം. ഇപ്പോൾ